താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച യുവാവിനെ വിട്ടയച്ചു. കോഴിക്കോട് ചെറുവറ്റ സ്വദേശി അർഷാദിനെയാണ് വയനാട്ടിൽ ഇറക്കിവിട്ടത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, എന്തിനായിരുന്നു ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്? ഇപ്പോൾ ഇതാ ഈ തട്ടിക്കൊണ്ടുപോയവർ തന്നെ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നു. വർഷ, കഴിഞ്ഞ ശനിയാഴ്ചയാണ്, അതായത് ഇന്നലെ പുലർച്ചെയാണ് ഭാര്യ വീട്ടിൽ നിന്ന് മടങ്ങിയ അർഷാദിനെ ഒരു സംഘം ആളുകൾ കാറിൽ കയറ്റിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അർഷാദിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ 10 ലക്ഷം രൂപ നൽകണം, എന്നാൽ മാത്രമേ വിട്ടയക്കൂ എന്ന് പറഞ്ഞതായി പിതാവ് ഉൾപ്പെടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നിലവിൽ അല്പസമയം മുൻപാണ് ഇയാളെ ഈ പിടികൂടിയ ആളുകൾ തന്നെ വിട്ടയച്ചിരിക്കുന്നത്. ലക്കിടിയിലെ റിസോർട്ടിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ബസ്സിൽ താമരശ്ശേരിയിലേക്ക് പുറപ്പെടുമ്പോഴായിരുന്നു ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഇതിനൊപ്പം സംഭവവുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന 3 ആളുകളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യ പരിശോധന നടത്തും. അതിന് പിന്നാലെയായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ തന്നെയും കടക്കുക. ഒരു ദിവസമായി ഭക്ഷണം നൽകാത്തതിന്റെ ഒരു ക്ഷീണം ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. മറ്റു പരിക്കുകളൊന്നും തന്നെയും ഇയാൾക്കുള്ളതായി നിലവിൽ ആദ്യത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. മറ്റ് പണമിടപാടുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നു. കൊടുവള്ളിയിൽ നിന്നുള്ള ഒരാൾ, അതിനൊപ്പം താമരശ്ശേരിയിൽ നിന്നുള്ള ഒരാൾ എന്നിവരെയാണ് ഈ കസ്റ്റഡിയിൽ എടുത്ത 2 പേർ. മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണോ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ തടങ്കലിൽ പാർപ്പിച്ച യുവാവിനെ വിട്ടയച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. നിലവിൽ 3 പ്രതികൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. വിവരങ്ങളാണ് മേഘ മാധവൻ നൽകിയത്.